വിദ്യാസാഹിതി ഓഡിയോ ബുക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ കണ്ണിങ്, സുരേഷ് തെക്കിട്ടിൽ. 30 കൊല്ലങ്ങൾക്ക് മുമ്പ്, കേരള സംസ്ഥാനത്ത് ബംഗാളി യുഗം പിറക്കുന്നതിന് മുമ്പ്, ഒരുപാട് കാലം അരങ്ങുവാണ അണ്ണൻ യുഗത്തിൻ്റെ തുടക്കകാലം. അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള പാവം തൊഴിലാളികൾ കേരളത്തിൽ വിലപേശൽ ശക്തിയായി മാറിയിട്ടില്ലാത്ത കാലം. എന്തെങ്കിലും ചെറിയ കൂലി കൊടുത്താൽ ഇവരെ ജോലിക്ക് കിട്ടും എന്നുള്ള കാലം. കണ്ണിങ് ദിവാകരേട്ടൻ എന്നായിരുന്നു എൻ്റെ അച്ഛനെ നാട്ടിൽ ആളുകൾ വിളിച്ചിരുന്നത്. ജീവിക്കാൻ പഠിച്ചവനായിരുന്നു അച്ഛൻ. അത് അച്ഛൻ പറഞ്ഞും നാട്ടുകാർ പറഞ്ഞും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു പൈസ എവിടെ ലാഭം കിട്ടും അത് അച്ഛൻ നഷ്ടപ്പെടുത്താറില്ല. മുറ്റത്തു നിൽക്കുന്ന കൂറ്റൻ നാട്ടുമാവിൽ നിന്ന് കടുമാങ്ങയ്ക്ക് കണ്ണിമാങ്ങ പൊട്ടിക്കാനും അയൽക്കാർക്ക് ആവശ്യമുള്ള കണ്ണിമാങ്ങ അത്യാവശ്യം നല്ല വിലയ്ക്ക് നൽകാനും അക്കൊല്ലം അച്ഛൻ പദ്ധതിയിട്ടു. ആ ജോലി നന്നായി ചെയ്യുന്നവർ നാട്ടിലില്ലാഞ്ഞിട്ടല്ല, എന്നാൽ മാങ്ങ പറിക്കാൻ അവർക്ക് നൽകേണ്ട കൂലി അച്ഛന് ഏറെ മനപ്രയാസമുണ്ടാക്കി. ഇവനെ കൊണ്ടൊക്കെ മാങ്ങ അർപ്പിച്ച മുതലാവില്ല, മരണക്കൂലിയല്ലേ ചോദിക്കണത്, അച്ഛൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അച്ഛനെ നന്നായി അറിയുന്ന പണിക്കാരും ആ വഴിക്ക് വന്നതേയില്ല. അബദ്ധത്തിൽ വന്നവരാകട്ടെ അതിപ്പം നമ്മൾ തമ്മിൽ ശരിയാവില്ല ദിവാകരേട്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ കൂലിയിലുടക്കി മാങ്ങ അറുക്കൽ നീണ്ടു പോയി. ആ കണ്ണിമാങ്ങ അവിടെ നിന്ന് മൂക്കും അത് ആർക്കും ഇല്ലാതെയൊക്കെ അവരുണ്ടാവും. കടുമാങ്ങ കമ്പക്കാരിയായ അമ്മ ഒളിഞ്ഞും തെളിഞ്ഞും അച്ഛനെ പ്രാഗിക്കൊണ്ടിരുന്നു. അച്ഛനുണ്ടോ കീഴടങ്ങുന്നു, മൂപ്പരാരാ മോൻ. ഒടുവിൽ കുറഞ്ഞ കൂലി പറഞ്ഞൊപ്പിച്ചൊരു വയസ്സൻ അണ്ണാച്ചി എവിടെ നിന്നോ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ഒരു വിജയിയുടെ ഭാവത്തിൽ അച്ഛൻ സ്വയം പറഞ്ഞു, ദാമോദരനോടാ കളി. എന്തിനാണ് അച്ഛൻ അണ്ണാച്ചികൾക്ക് ദിവാകരൻ എന്ന സ്വന്തം പേര് മാറ്റി ദാമോദരൻ എന്ന് പറഞ്ഞത് എന്ന് അന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. വലിയ മരത്തിൽ വലിഞ്ഞു കയറും മുമ്പ് കറുത്തു മെലിഞ്ഞു ഉയരം കുറഞ്ഞ ആ വയസ്സൻ മനുഷ്യനോട് അച്ഛൻ സ്നേഹപൂർവം പേര് ചോദിച്ചു. എൻ പേര് കണ്ണയ്യ. നാടെവിടെ എന്ന അച്ഛൻ്റെ അടുത്ത ചോദ്യത്തിന് അയാൾ ഭവ്യതയോടെ മറുപടി നൽകി, ഒരു സങ്കൽപ്പേട്ട്. പിന്നെ ആ വലിയ നാടൻമാവിൽ ആ സാധു പൊത്തിപ്പിടിച്ച് കയറി ഒത്ത മുകളിലെത്തി. ഒരു കണ്ണിമാങ്ങ പോലും വീഴുന്നതിന് മുൻപ് ചെങ്കൽപ്പേട്ടുകാരൻ കണ്ണയ്യൻ ചെങ്കല്ല് പതിച്ച മുറ്റത്തേക്ക് വീണു. അതായത് മാവിൽ നിന്ന് ആദ്യം വീണതും ആകെ വീണതും അണ്ണാച്ചി, അതും അച്ഛൻ്റെ നേരെ മുന്നിലേക്ക്. കണ്ണിങ് ദിവാകരൻ കണ്ണുതള്ളി നിന്നു. അന്ന് ആശുപത്രി ചെലവും മറ്റുമായി അച്ഛൻ എത്ര തുക ചെലവായി എന്ന് കുട്ടിയായിരുന്ന എനിക്ക് ഇന്നും അറിയില്ല. അത് മനസ്സിലാക്കാൻ മാത്രം കണ്ണിങ് ആയിരുന്നില്ല ഞാൻ. അച്ഛനാകട്ടെ അത് മറച്ചു വെക്കാൻ മാത്രം കണ്ണിങ് ആയിരുന്നു താനും. എന്നാലും ഒന്നെനിക്കറിയാം, 4 കൊല്ലത്തെ കണ്ണിമാങ്ങ വിറ്റാലും അച്ഛന് ആ തുകയോളം കിട്ടില്ല എന്ന്. കഥ അശ്രുകണങ്ങൾ, സുരേഷ് തെക്കിട്ടിൽ. പതിവ് പോലെ കള്ളും കുടിച്ച് ഉടുതുണിയും തരിബോധവുമില്ലാതെ അരിച്ചാലിൽ കിടന്ന് പച്ചത്തെറി തുടങ്ങി കുഞ്ഞൂട്ടൻ. പതിവിൽ കൂടുതൽ അശ്ലീലമായപ്പോഴും അത് അസഹനീയമായപ്പോഴുമാണ് സഹികെട്ട നാട്ടുകാർ കരുണാകരൻ മാഷെ വിളിച്ചുകൊണ്ടുവന്നത്. നാട്ടിൽ പൊതുസമ്മതനും ഒരുവിധം എല്ലാവരുടെയും ഗുരുനാഥനുമായ കരുണാകരൻ മാഷ് കുഞ്ഞൂട്ടന് മുന്നിൽ വന്നു നിന്നു. പിന്നെ ഘനഗംഭീരമായ ശബ്ദത്തിൽ വിളിച്ചു, കുഞ്ഞൂട്ടാ. വിളി കേട്ട് ഞെട്ടിയ കുഞ്ഞൂട്ടൻ തെറി നിർത്തി. പിന്നെ കരുണാകരൻ മാഷെ നോക്കി. ഭവ്യതയോടെ കുഴഞ്ഞ ശബ്ദത്തിൽ ഒരു നമസ്കാരം പാസാക്കി. കുഞ്ഞൂട്ട എണീക്ക്. കരുണാകരൻ മാഷുടെ ആദ്യ കൽപ്പന വന്നു. കുഞ്ഞൂട്ടൻ കൊട്ടിപ്പിടഞ്ഞ് തപ്പിപ്പിടിച്ച് എണീറ്റു. ആ മുണ്ടെടുത്ത് കൊടുക്കാൻ. വീണ്ടും മാഷ്. അഴിഞ്ഞു വീണ മുണ്ട് പ്രയാസപ്പെട്ടെടുത്ത് അതിനേക്കാൾ പ്രയാസപ്പെട്ട് കുഞ്ഞൂട്ടൻ ഒരുവിധം ഉടുത്തു. വീണ്ടും കരുണാകരൻ മാഷുടെ കൽപ്പന എത്തി, ഇനി വീട്ടിലേക്ക് നടക്കാൻ. അനുസരണയോടെ കുഞ്ഞൂട്ടൻ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിയതാണ്. അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് നിന്നവരിൽ ആർക്കോ വല്ലാതെ അങ്ങ് ചിരിപൊട്ടി. കുഞ്ഞൂട്ടൻ ബുദ്ധിമുട്ടി കൈവരിച്ച നിയന്ത്രണം കൈവിട്ടുപോയി. ആൾക്കൂട്ടത്തിന് നേരെ അയാൾ പൊട്ടിത്തെറിച്ചു, പോയിനത്തെ മടികളെ, നിങ്ങളൊക്കെ കുഞ്ഞൂട്ടിന് പുല്ലുവല്ല. എല്ലാറ്റിനെയും ഉണ്ടല്ലോ കളിക്കാൻ നിന്ന കുത്തിക്കോട്ടല് ഞാടും. പക്ഷെ കരുണാകരൻ മാഷ് എനിക്ക് ചെയ്യുക.
മാഷ് എന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവാ. മാഷ് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും, മരിക്കാൻ പറഞ്ഞാൽ മരിക്കും. എന്നെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത് ഈ കരുണാകരൻ മാഷ. മാഷില്ലെങ്കിൽ ഈ കുഞ്ഞൂട്ടൻ ആരും ആവില്ലായിരുന്നു, ഒന്നും ആവില്ലായിരുന്നു. അറിയോ? കുഞ്ഞൂട്ടൻ്റെ കണ്ണുകളിൽ നിന്ന് അശ്രു കണങ്ങൾ ഒഴുകി. മാഷുടെയും. കഥ അനുസരണയുള്ള അനിയത്തി. സുരേഷ് തെക്കേടിൽ. പ്രതാപമുള്ള തറവാടിൻ്റെ തെക്കേ തുടിയിലെ വാഗമരച്ചുവട്ടിൽ പ്രതാപിയായ മേനോൻ്റെ ചിത കത്തിയെരിഞ്ഞ അന്നു സന്ധ്യയ്ക്ക് പൂമുഖത്ത് മക്കൾ ഒത്തുകൂടി. മേനോന് പാരമ്പര്യമായി കിട്ടിയതും മേനോൻ സ്വയം സമ്പാദിച്ചതുമായ എല്ലാ ഭൂസ്വത്തുക്കളും വിറ്റ് ഭാഗം വയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ കൈക്കൊള്ളാനുള്ള കാരണം പിന്നീട് സൗകര്യം പോലെ ആലോചിച്ച് കണ്ടെത്താമെന്നും തീരുമാനമായി. തറവാട് നിൽക്കുന്ന 2 ഏക്കർ പുരയിടം, തെങ്ങ് നിറഞ്ഞ 3 ഏക്കർ പുറംവളപ്പ്, LP സ്കൂൾ, അങ്ങാടിയിലെ 3 കടമുറി, മരമില്ല്, ഇപ്പോൾ കളക്ഷൻ കുറവാണെങ്കിലും നാട്ടിലെ ഏക സിനിമാ ടാക്കീസായ മേനോൻ മൂവി പാലസ്, ബലഭൂയിഷ്ടമായ 2.5 ഏക്കർ വയൽ, അങ്ങ് മലഞ്ചെരുവിൽ 5 ഏക്കറോളം വരുന്ന റബ്ബർ തോട്ടം. എല്ലാ സ്വത്തുവകകളും പൂർണ്ണരൂപത്തിൽ മേനോൻ്റെ എല്ലാ മക്കളുടെയും മനസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ അമ്മ, ഇളയ മകൾ അമ്മുവിൻ്റെ ചോദ്യം ഉയർന്നപ്പോൾ ഒരു നിമിഷത്തിൻ്റെ ഇടവേള. ശാരീരികമായും മാനസികമായും തളർന്ന അമ്മ മക്കളുടെ മനസ്സിലും ചിത്രത്തിലും വന്നത് അപ്പോൾ മാത്രം. ബോംബെക്കാരനായി മാറിക്കഴിഞ്ഞ മൂത്ത മേനോൻകുട്ടി മൗനം തകർത്ത് മറുപടി നൽകി. അമ്മയെ തൽക്കാലം അമ്മു നോക്കട്ടെ. മാത്രവുമല്ല, അമ്മു അമ്മയുടെ സാരക്കുട്ടിയായിരുന്നല്ലോ. 3 ആങ്ങളമാർക്ക് ഒരേ ഒരു പെങ്ങള്. വലിയേട്ടൻ്റെ അഭിപ്രായം കേട്ടതും അമ്മുവിൻ്റെ വെളുത്തു തുടുത്ത മുഖം ദേഷ്യം കൊണ്ട് കൂടുതൽ തുടുത്തു. ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. സ്ഥാനവും സന്ദർഭവും ഒന്നും നോക്കാതെ ശക്തമായി തന്നെ പ്രതികരിക്കാൻ തീരുമാനിച്ച അമ്മു എന്തോ കടുപ്പത്തിൽ പറയാൻ തുടങ്ങവേ വീണ്ടും മേനോൻകുട്ടിയുടെ ശബ്ദം. അതിന് അമ്മുവിനെന്താച്ചാൽ കൂടുതൽ കൊടുക്കാം. ആ വാക്കുകൾ അമ്മുവിനെ ശാന്തയാക്കി. ആ മനസ്സ് തണുത്തു. പുറത്തേക്ക് വരാൻ നിന്നിരുന്ന ശക്തമായ വാക്കുകൾ തൊണ്ടയിൽ തന്നെ കുടുങ്ങി. നിറഞ്ഞ ലാളിത്യത്തോടെ അമ്മു പറഞ്ഞു, വല്യേട്ടൻ പറയുന്നത് പോലെ. അങ്ങനെ അമ്മു വീണ്ടും തറവാട്ടിൽ പിറന്ന കുട്ടിയായി, അമ്മയുടെ സ്നേഹമുള്ള മകളായി, ഏട്ടന്മാരുടെ അനുസരണയുള്ള അനിയത്തിയായി. എല്ലാം കേട്ടിരുന്ന അമ്മുവിൻ്റെ ചെറിയ മകൻ 6 വയസ്സുകാരൻ അപ്പു അമ്മയുടെ വെട്ടിത്തുമ്പിൽ പിടിച്ച് സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞു, അമ്മേ, അമ്മയെ വയസ്സുകാലത്ത് ഞാൻ നോക്കും. അമ്മു അഭിമാനത്തോടെ വാത്സല്യത്തോടെ അപ്പുവിൻ്റെ തലയിൽ തലോടി. അപ്പോൾ അപ്പു ബാക്കി കൂടി പറഞ്ഞു, കണ്ണേട്ടനേക്കാൾ എന്തെങ്കിലും കൂടുതൽ തന്നാൽ മതി.